നിങ്ങളോട് ഞാൻ പലവട്ടം പറഞ്ഞതാ, എൻ്റെ ഏട്ടൻ്റെ ആഗ്രഹമല്ല കുട്ടികളുടെ ആഗ്രഹമാണ് നോക്കേണ്ടതെന്ന്. നിങ്ങൾ ഇനി പറയുന്ന കാര്യങ്ങൾക്ക് യാതൊരു പ്രസക്തിയുമില്ല. സുലോചന അസഹ്യമായി പൊട്ടിത്തെറിക്കുന്നുണ്ട്. പക്ഷേ എൻ്റെ മനസ്സമാധാനമാണ് നഷ്ടപ്പെട്ടത് സുലു. മരിക്കാൻ നേരത്ത് മുരളി എന്നോട് ആവശ്യപ്പെട്ട ആ കാര്യം നിറവേറ്റാൻ പറ്റിയില്ലെങ്കിൽ ഞാൻ മരിച്ചാൽ പോലും എനിക്ക് സ്വസ്ഥത കിട്ടില്ല. തലയ്ക്ക് കൈകൊടുത്തിരിക്കുന്ന ഭർത്താവിനെ എന്തു പറഞ്ഞ് ആശ്വസിപ്പിക്കണമെന്നറിയാതെ സുലോചന നിന്നു. മാധുരി വിറയ്ക്കുന്ന കാലടികളോടെ പടിക്കെട്ടുകൾ ഇറങ്ങി. അവസാന പടിയെത്തും മുന്നേ കാൽ വഴുതി വീഴാൻ ഞാഞ്ഞവളെ കിച്ചു താങ്ങി പിടിച്ചിരുന്നു. എന്താടോ, എന്തു പറ്റി? കിച്ചു ആകുലതയോട് ചോദിച്ചു. അത് ഞാൻ കാലൊന്ന് വഴുതി. അവൾ എങ്ങനെയോ പറഞ്ഞൊപ്പിച്ചു. അമ്മു ഉറങ്ങിയോ? നല്ല ഉറക്കമാണിപ്പോൾ. ഞാനൊന്ന് നോക്കിയിട്ട് വരാം. വേണ്ട, നല്ല ഉറക്കമായി. മുകളിലെ സംഭാഷണങ്ങളൊന്നും അവൻ കേൾക്കാൻ പാടില്ലെന്ന് ഉറപ്പോടെ മാധുരി അവനെ തടഞ്ഞു. അപ്പോഴേക്കും എന്തോ ആവശ്യത്തിന് ഹരി അവനെ വന്ന് വിളിച്ചുകൊണ്ടുപോയി. കലങ്ങിമറിയുന്ന മനസ്സോടെ മാധുരി കുളപ്പടവിലേക്ക് നടന്നു. കാതിൽ അപ്പോഴും സുരേന്ദ്രന്റെ വാക്കുകൾ അലയടിച്ചുകൊണ്ടിരുന്നു. വല്ലാത്തൊരു മാനസികാവസ്ഥയോടെ മാധുരി കുളത്തിലേക്ക് കണ്ണു നട്ടിരുന്നു. വല്ലാത്തൊരു വിറയലും വെപ്രാളവും കേൾക്കാൻ പാടില്ലാത്തത് എന്തോ കേട്ട പോലെ കണ്ണുകൾ നിറഞ്ഞു വരുന്നുണ്ട്. പിന്നിൽ ആരുടെയോ സാമീപ്യം അറിഞ്ഞപ്പോൾ മാധുരി ഞെട്ടിത്തിരിഞ്ഞു നോക്കി. മാധുരി വെപ്രാളത്തോടെ എഴുന്നേറ്റ് നിന്നു. കൈകൾ മാറിൽ പിണച്ചു കെട്ടി അവളെ രൂക്ഷമായി നോക്കി നിൽക്കുകയായിരുന്നു കിച്ചു. എന്താ നിന്റെ പ്രശ്നം? അവളൊന്ന് പതറി മുഖം കുനിച്ചു കളഞ്ഞു. ഒന്നുമില്ല, കുറച്ച് സമയം ഞാൻ നിന്നെ ശ്രദ്ധിക്കുന്നു. നിനക്കെന്തോ പറ്റിയിട്ടുണ്ട്. കുറച്ച് സമയം മുൻപേ വരെ നീ ഓക്കെ ആയിരുന്നല്ലോ, പിന്നീട് എന്ത് സംഭവിച്ചു? ഏയ് ഒന്നുമില്ല. ഞാനൊരു പോലീസ് ഓഫീസറാണെന്ന് നീ മറന്നു പോകരുത്. കള്ളം പറയുന്നവരെ ഒറ്റ നോട്ടത്തിൽ ഞാൻ തിരിച്ചറിയും. മാധുരി ഭയത്തോടെ അവനെ മുഖമുയർത്തി നോക്കി. സ്വതവേ ശാന്തമായ പ്രകൃതമാണ് അവന്. ചിരിയും മയത്തിലും സ്നേഹത്തിലുമുള്ള സംസാരവും. പക്ഷെ ഈ ഭാവം മാധുരിക്ക് പുതിയതായിരുന്നു. പക്ഷേ എന്തു പറയും, എങ്ങനെ പറയും? ഐ ആം ആസ്കിങ് യു ടെല്ലിങ് മീ. ഇത്തവണ മാധുരി ശരിക്കും പേടിച്ചുപോയി. അത് ഞാൻ സംരക്ഷിക്കുന്ന ഒരു പെണ്ണിൻ്റെയും കണ്ണ് നിറയരുതെന്ന് എനിക്ക് നിർബന്ധമുണ്ട്. പറയുന്നെങ്കിൽ പറഞ്ഞോ, അല്ലെങ്കിൽ ഞാനായി കണ്ടുപിടിച്ചോളാം. തിരിഞ്ഞു നടക്കാൻ ആഞ്ഞവൻ്റെ കയ്യിൽ മാധുരി പിടിച്ചു നിർത്തി. ഞാൻ പറയാം. അവൾ തല കുനിച്ചു. എങ്കിൽ പറയാം. അത് ഞാൻ അമ്മുവിനെ മുറിയിൽ കിടത്തി തിരിച്ചു വരുമ്പോൾ സാറിൻ്റെ അച്ഛൻ്റെ മുറിയിൽ നിന്നും രണ്ടുപേരുടെയും സംസാരം ഉയർന്നു കേട്ടിരുന്നു. പക്ഷേ മുന്നോട്ട് പോയ എൻ്റെ കാലുകളെ നിശ്ചലമാക്കിയത് സാറിൻ്റെ അച്ഛൻ്റെ വാക്കുകളായിരുന്നു. അമ്മുവിനെ ഞാൻ തന്നെ വിവാഹം കഴിക്കണമെന്നായിരുന്നില്ലേ? അവൻ്റെ ഉറച്ച ശബ്ദത്തിൽ അവൾ ഞെട്ടലോടെ അവനെ നോക്കി. ശാന്തമായിരുന്നു അവൻ്റെ മുഖം. എങ്ങനെ അറിഞ്ഞു? വർഷങ്ങൾക്ക് മുൻപ് തന്നെ. മാധുരി അവിശ്വാസത്തോടെ അവനെ നോക്കി. മാധുരി, മരിച്ചുപോയവർക്ക് പല ആഗ്രഹങ്ങളും കാണും. അതൊന്നും ജീവിച്ചിരിക്കുന്നവർ ശിരസാൽ വഹിച്ച് ജീവിച്ചാലേ പലതും നഷ്ടപ്പെട്ടെന്നിരിക്കും. തനിക്കിപ്പോൾ ഇത് കേട്ടു തോന്നിയ വേദനയില്ലേ, അതിൻ്റെ 10 മടങ്ങ് വേദന അന്ന് ഞാൻ അനുഭവിച്ചിട്ടുണ്ടോ. അമ്മാവിന് അങ്ങനെ ഒരു ആഗ്രഹം ഉണ്ടെന്ന് അറിഞ്ഞത് അന്ന് ഹോസ്പിറ്റലിൽ വെച്ചായിരുന്നു. ഇടയ്ക്കിടയ്ക്ക് ദേശാടനത്തിന് പോകുന്ന അച്ഛൻ അന്ന് അവസാനമായി അമ്മാവിനെ കാണാൻ ഹോസ്പിറ്റലിൽ എത്തിയിരുന്നു. അവിടെ വെച്ച് മരിക്കാൻ നേരം അച്ഛനോട് പറഞ്ഞത് ഞാൻ കേട്ടിരുന്നു. അമ്മു കിച്ചുവിൻ്റെ പെണ്ണാവണം, അവളെ അവൻ്റെ കൈപിടിച്ച് ഏൽപ്പിക്കണമെന്ന്. ആ ഓർമ്മകളിൽ അവൻ്റെ കണ്ണുകൾ നിറഞ്ഞു. ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ? സാറിന് ഒരിക്കലും അമ്മുവിനോട് വേറൊരു ഫീലിങ്സും തോന്നിയിരുന്നില്ലേ? ഹരി അമ്മുവിനെ ഉപേക്ഷിച്ച് വേറെ വിവാഹം കഴിച്ചപ്പോൾ ഫൈസിയും സന്തുവും എന്നോട് ചോദിച്ച ചോദ്യമായിരുന്നു, അമ്മുവിനെ നിനക്ക് കൂടെ കൂട്ടിക്കൂടെ എന്ന്. അവൾ എനിക്ക് അനിയത്തിയല്ല, എൻ്റെ മകള് തന്നെയാണ്. അന്നും ഇന്നും എൻ്റെ നെഞ്ചിൻ്റെ ചൂടാണ് അവളുടെ ധൈര്യം. അത്രയും പരിശുദ്ധമായൊരു ബന്ധത്തിൽ മറ്റു വർണ്ണങ്ങൾ ചാലിക്കാൻ എനിക്ക് കഴിഞ്ഞില്ല. അച്ഛൻ്റെ തിരിച്ചുവരവ് പോലും എന്നെ അസ്വസ്ഥപ്പെടുത്തിയത് അച്ഛൻ എന്തെങ്കിലും വിളിച്ചു പറയുമോ എന്ന ഭയത്താലാണ്. തനിക്ക് പകരം മറ്റാരെങ്കിലുമാണ് ഇത് കേട്ടിരുന്നതെങ്കിലോ? അവൻ്റെ മുഖം വലിഞ്ഞു മുറുകിയിരുന്നു. ഒരുപക്ഷെ അജയ് അമ്മുവിൻ്റെ ജീവിതത്തിലേക്ക് വന്നില്ലായിരുന്നെങ്കിൽ സാറിന് ചിലപ്പോൾ അവളെ കൂടെ കൂട്ടേണ്ടി വന്നേനെ. മാധുരി, അതൊരു അലർച്ചയായിരുന്നു. സത്യമാണ്, ഇവർ ഉറപ്പായും അമ്മുവിനെ സാറിനെ കൊണ്ട് താലി കെട്ടിച്ചേനെ. മരിക്കുന്നവർക്ക് കൊടുക്കുന്ന വാക്ക് ജീവൻ പോയാലും നടത്തുന്നവരാണ്. കിച്ചു അസ്വസ്ഥതയോടെ പടിക്കെട്ടിലിരുന്നു. അമ്മു എപ്പോഴും പറയുന്നത് കൊച്ചേട്ടൻ അച്ഛൻ്റെ മണമാണ്, ആ ചൂടാണ് എന്നൊക്കെയാണ്. അച്ഛൻ്റെ അടുത്ത് നിൽക്കുന്നത് പോലെയാണ് കൊച്ചേട്ടനോട് ചേർന്ന് നിൽക്കുന്നതെന്ന്. അങ്ങനെയുള്ള അവൾ സമ്മതിക്കുമോ സർ? അവരൊക്കെ നിർബന്ധിച്ചാലും? ഒരിക്കലുമില്ല. അങ്ങനെ സംഭവിച്ചാൽ പിന്നെ അമ്മുവിൻ്റെ ഉടലിൽ ജീവൻ ഉണ്ടാവില്ല. എടോ, താൻ ആരോടൊന്നും പറയരുത്. നാട്ടിൻപുറമാണ്, ആളുകൾ പലതും പറയും. അജയ് പോലും ഒന്നും അറിയരുത്. അറിഞ്ഞാൽ അവൻ്റെ മനസ്സിൽ അതൊരു കരടായി കിടക്കും.
എനിക്കാദ്യം അച്ഛനെ ഒന്ന് കാണണം. ഇനി ഈ കാര്യം ആ നാവിൽ നിന്ന് വീഴില്ല. കിച്ചു മുണ്ടുമടക്കി പടികൾ കയറിപ്പോകുന്നത് അവളൊരു നെടുവീർപ്പോടെ നോക്കി നിന്നു. കിച്ചു സുരേന്ദ്രൻ്റെ റൂമിൽ നിന്ന് കടുത്ത മുഖത്തോടെ ഇറങ്ങിപ്പോകുന്നത് ഹരി സംശയത്തോടെ നോക്കി. നിങ്ങളോട് വന്നപ്പോൾ മുതൽ ഞാൻ പറഞ്ഞതല്ലേ ആവശ്യമില്ലാത്ത കാര്യങ്ങൾ സംസാരിക്കരുതെന്ന്. ഏട്ടന് മരിക്കാൻ നേരത്തെ അങ്ങനെ ഒരു ആഗ്രഹം പറഞ്ഞത് ശരിയാ. പക്ഷെ അവനും അവൾ ഒരിക്കലും അത് അംഗീകരിക്കുമായിരുന്നില്ല. അവൻ്റെ കയ്യിൽ കിടന്ന് വളർന്ന കുട്ടിയാമോ, അവൻ്റെ മാത്രം കുഞ്ഞോള്. അവൾക്കിപ്പോൾ മറ്റൊരു ജീവിതമായി. നിങ്ങൾ ഓരോന്ന് വിളിച്ചു പറയുന്നതൊക്കെ ആ ചെറുക്കനും വീട്ടുകാരും കേൾക്കരുത്, മനസ്സിലായോ? താക്കീതോടെ നോക്കിക്കൊണ്ട് സുലോചന മുറിവിട്ടിറങ്ങിപ്പോയി. പുറത്തു നിൽക്കുന്ന ഹരിയെ കണ്ട് അവരൊന്ന് പതറി. ഞാനൊക്കെ കേട്ടമ്മേ. ഒരിക്കലും നടക്കാത്ത കാര്യത്തിന് അച്ഛനിങ്ങനെ പറഞ്ഞിട്ടെന്ത് കാര്യം? അമ്മു ഇന്ന് അജയുടെ പെണ്ണാണ്. മറ്റൊരുത്തിൻ്റെ ഭാര്യയെ തന്നെ വേണോ അച്ഛൻ്റെ മരുമകളായി? പുച്ഛത്തോടെ അവൻ പറഞ്ഞു. അച്ഛനിപ്പോൾ തുള്ളുന്നത് എന്ത് കണ്ടിട്ടാണെന്ന് എനിക്ക് മനസ്സിലായി. അമ്മുവിൻ്റെ കുടുംബസ്വത്ത് സ്വന്തം കുടുംബത്തിൽ തന്നെ വന്നു ചേരുമെന്ന് കണക്ക് കൂട്ടിയിട്ടല്ലേ? പിന്നെ അവളുടെ പേരിൽ ബാങ്കിൽ അമ്മാവിനിട്ടിട്ടുള്ള മോശമില്ലാത്ത ബാങ്ക് ബാലൻസും അപ്പുറത്തെ ആ വീടും വർഷങ്ങൾക്ക് ശേഷമുള്ള തിരിച്ചു വരവ് പോലും പലതും കണക്ക് കൂട്ടിയിട്ടല്ലേ? അച്ഛനുള്ളവനും കുരുട്ടുബുദ്ധി ഇല്ലെങ്കിലും ആ അച്ഛൻ്റെ മകൻ തന്നെയാണ് ഞാനും. ഒക്കെ മനസ്സിലാക്കാനുള്ള കഴിവ് എനിക്കുമുണ്ട്. അച്ഛനോട് അമ്മു എന്ന കലത്തിൽ പരിപ്പ് വേവിക്കാൻ നിൽക്കേണ്ട എന്ന് പറഞ്ഞേക്ക്. പുറകിൽ നിൽക്കുന്ന സുരേന്ദ്രനെ ഒന്ന് തറപ്പിച്ചു നോക്കിയിട്ടാണ് ഹരി ഗോവണി ഇറങ്ങിപ്പോയത്. സുലോചന തിരിഞ്ഞു നോക്കുമ്പോൾ സുരേന്ദ്രൻ മുഖം കുനിച്ച് അകത്തേക്ക് കയറിപ്പോയി. വൈകുന്നേരം ഉമ്മറത്ത് എല്ലാവരും സംസാരിച്ചു നിൽക്കുമ്പോഴാണ് പോലീസ് എന്നെഴുതിയ ഒരു ബൊലേറോ മുറ്റത്ത് വന്നു നിന്നത്. എല്ലാവരും സംശയത്തോടെ അങ്ങോട്ടേക്ക് നോക്കി. യൂണിഫോം ഇട്ട 2-3 പോലീസുകാർ വണ്ടിയിൽ നിന്നിറങ്ങി. സുലോചന പരിഭ്രമത്തോടെ അവരെ നോക്കി. കിഷോർ സത്യ? അതിൽ ഒരു ഇൻസ്പെക്ടർ സുലോചനയോട് ചോദിച്ചു. എൻ്റെ മകനാണ്. എന്ത് സർ കാര്യം? അയാളെ വിളിക്ക്, എനിക്ക് സംസാരിക്കേണ്ടത് നിങ്ങളുടെ മകനോടാണ്. അപ്പോഴേക്കും കിച്ചു അകത്തുനിന്നും ഇറങ്ങി വന്നു. പിന്നാലെ രാകേഷും അമ്മുവും ശില്പയും മാധുരിയും ഇറങ്ങി വന്നു. ഞാനാണ് കിഷോർ സത്യ. എന്താണ് പ്രശ്നം? നിങ്ങൾക്കെതിരെ ഒരു കംപ്ലൈൻറ്റ് ഇട്ടിട്ടുണ്ട്, അത് അന്വേഷിക്കാൻ വന്നതാണ്. അജയ് അമ്മുവിൻ്റെ അടുത്ത് വന്ന് നിന്നപ്പോൾ അമ്മു പേടിയോടെ അവൻ്റെ കയ്യിൽ മുറുക്കി പിടിച്ചു. അവനൊന്നുമില്ലെന്ന് അവളെ നോക്കി കണ്ണ് ചിമ്മി. എന്ത് കംപ്ലൈൻ്റാണ്? കിച്ചു അയാളുടെ മുഖത്തേക്ക് സൂക്ഷിച്ചു നോക്കിക്കൊണ്ട് ചോദിച്ചു. ചീറ്റിംഗ് കേസാണ്. എല്ലാവരും ഞെട്ടി അയാളെ നോക്കി. പിന്നാലെ മറ്റൊരു വണ്ടി വന്നു. അതിൽ നിന്നും ADGP ഇറങ്ങി വന്നു. കിച്ചു അയാളെ ഉറ്റുനോക്കി. ആ കണ്ണുകളിൽ കണ്ട ഭാവം എന്താണെന്ന് കിച്ചുവിന് മനസ്സിലായില്ല. അയാൾക്കൊപ്പം ഒരു പിങ്ക് ഫ്രോക്കിട്ട് അരയപ്പമുള്ള ചെമ്പിച്ച സിൽക്ക് മുടിയുള്ളൊരു പെൺകുട്ടി കൂടി ചേർന്ന് നിന്നു. അവളുടെ കണ്ണുകൾ കിച്ചുവിൽ തന്നെ തറഞ്ഞു നിന്നു. കൊച്ചു, എന്താ പ്രശ്നം? സുരേന്ദ്രൻ ആദിയോടെ വന്ന് ചോദിച്ചു. എല്ലാവരുടെയും മുഖത്ത് ഒരുതരം ഭയവും അങ്കലാപ്പുമായിരുന്നു. കിച്ചുവിൽ തന്നെ തറഞ്ഞു നിൽക്കുന്ന ആ പെൺകുട്ടിയെ അമ്മു സൂക്ഷിച്ചു നോക്കി. കിച്ചുവിൻ്റെ കണ്ണുകളും അവളിൽ തന്നെയായിരുന്നു. കിച്ചു DGPയുടെ അടുത്തേക്ക് പോയി സല്യൂട്ട് ചെയ്തു. കാര്യം മനസ്സിലാവാതെ പലരും നിന്നു. രാകേഷും മാധുരിയും വലിയ ഭാവഭേദങ്ങളില്ലാതെ നിന്നു. അജയ്, കൊച്ചേട്ടൻ എന്തിനാ സല്യൂട്ട് ചെയ്തത്? അമ്മു അജയുടെ കയ്യിൽ തോണ്ടിക്കൊണ്ട് ചോദിച്ചു. ആ, അറിയില്ല, നോക്കാം. DGP അവനെ പുഞ്ചിരിയോടെ ആലിംഗനം ചെയ്തു. കയറി വരൂ സർ. കിച്ചു ബഹുമാനത്തോടെ അദ്ദേഹത്തെ അകത്തേക്ക് ക്ഷണിച്ചു. അപ്പോഴാണ് സംശയം നിറഞ്ഞ മുഖത്തോടെ നിൽക്കുന്ന പലരിലേക്കും അവൻ്റെ നോട്ടം നീണ്ടത്. വിനു, വാ. ആദ്യം വന്ന പോലീസുകാരനെ ചുമലിൽ കൈവച്ചാണ് കിച്ചു ഉള്ളിലേക്ക് കൂട്ടിയത്. മാധുരി ചായ ഇടാനായി അടുക്കളയിലേക്ക് പോയി. DGPയോടൊപ്പം മകളും സോഫയിലിരുന്നു. ഇതാണോ കിച്ചുവിൻ്റെ കുഞ്ഞാൾ? അമ്മുവിനെ ചൂണ്ടിക്കാണിച്ച് അദ്ദേഹം ചോദിച്ചപ്പോൾ കിച്ചു തലകുലുക്കി. കിച്ചു കണ്ണു കാണിച്ചപ്പോൾ അമ്മു അദ്ദേഹത്തിൻ്റെ അടുത്തേക്ക് പോയി കാല് തൊട്ട് വണങ്ങി. 2 ആഴ്ച കഴിഞ്ഞ് അവളുടെ വിവാഹമാണ് സാർ. അതിൻ്റെ ഒരുക്കങ്ങളാണിവിടെ. ആണോ? അദ്ദേഹം അവളുടെ നെറുകയിൽ തലോടിക്കൊണ്ട് പറഞ്ഞു. കിച്ചു അജയെ വിളിച്ച് അദ്ദേഹത്തിൻ്റെ അടുത്തേക്ക് പോയി. അജയ് ഒരു ആന്തലിലായിരുന്നു. DGP ആണ് മുന്നിലിരിക്കുന്നത്. അദ്ദേഹവും കിച്ചുവും തമ്മിലുള്ള സ്നേഹബന്ധം അവനിൽ പല സംശയങ്ങളും ജനിപ്പിച്ചു. അമ്മു കിച്ചുവിനെ സൂക്ഷിച്ചു നോക്കി നിൽക്കുകയാണ്. സർ, അജയ്, അമ്മുവിൻ്റെ ചെക്കൻ. അജയും അമ്മു ചെയ്തതുപോലെ അദ്ദേഹത്തിൻ്റെ കാല് തൊട്ട് വണങ്ങി. മോൻ എന്ത് ചെയ്യുന്നു? മുംബൈയിൽ സ്വന്തമായി സോഫ്റ്റ്വെയർ കമ്പനിയുണ്ട്. ഗുഡ്. അല്ല, കിച്ചുവും സാറുമായുള്ള ബന്ധം? രാകേഷിൻ്റെ അച്ഛൻ ചോദിച്ചു. അതേ സംശയമാണ് മറ്റുള്ളവർക്കും. നിങ്ങൾക്കാർക്കും അറിയാത്ത ഒരു സത്യത്തിൻ്റെ താക്കോലുമായിട്ടാണ് ഞാനിവിടെ നിൽക്കുന്നത്. അതിനു മുന്നേ കിഷോറിന് മറ്റൊരു ഇൻഫർമേഷൻ കൂടിയുണ്ട്. ഇന്നലെയാണ് ഓഫീസിലേക്ക് ഫാക്സ് വന്നത്. പുതിയ ACP ആയി കിഷോർ സത്യയെ അപ്പോയിൻമെൻറ്റ് ചെയ്തുകൊണ്ടുള്ള ഗവൺമെൻറ് ഓർഡർ. അമ്മു ഞെട്ടിത്തെരിച്ച് അവനെ നോക്കി. രാകേഷ് മാത്രം പുഞ്ചിരിയോടെ നിൽക്കുന്നുണ്ട്. ഏട്ടൻ ഇത്രയും കൂളായി നിൽക്കുന്നേ, ഞെട്ടുന്നില്ലേ? അജയ് അവനെ നോക്കി ചോദിച്ചു. എന്തിന്? ഞാനൊരു പ്രാവശ്യം ഞെട്ടിയതാ. എപ്പോഴും ഞെട്ടാന് എനിക്ക് വട്ടൊന്നുമില്ല. അജയ് അവനെ വാ തുറന്നു നോക്കി. സർ, പക്ഷേ എന്നെ CBIയിലേക്ക് അല്ലേ പോസ്റ്റ് ചെയ്തത്? കിച്ചു സംശയത്തോടെ ചോദിച്ചു. കുറങ്കര കലാപത്തിൽ പോലീസിനുണ്ടായ വൻ വീഴ്ച കണക്കിലെടുത്ത് ACP സത്യജിത്തിനെ സ്ഥലം മാറ്റിയിട്ടുണ്ട്.
തന്നെ പോലെ എഫിഷ്യൻ്റായ ഒരു IPS കാരനുള്ളപ്പോൾ സെൻട്രൽ ഗവൺമെൻറ് മറ്റൊരു ഓപ്ഷൻ ഇനിയോടെ ചൂസ് ചെയ്യില്ലടോ. കുറങ്കര സമാധാനമാണ് ലക്ഷ്യം. എൻ്റെ ഒരു സജഷൻ കൂടി ഉണ്ടെന്ന് കൂട്ടിക്കോ. പിന്നെ പൂനെയിൽ നിന്നും സച്ചിയെ കൂടി ഇങ്ങോട്ട് ട്രാൻസ്ഫർ ആക്കിയിട്ടുണ്ട് കമ്മീഷണറായിട്ട്. പോലീസ് വകുപ്പിൽ വൻ അഴിച്ചുപണി നടത്തിക്കഴിഞ്ഞു. അദ്ദേഹത്തിൻ്റെ വെളിപ്പെടുത്തലിൽ നടുങ്ങി നിൽക്കുന്നവളെ കിച്ചു നോക്കി. ട്രെയിനിങ് കഴിഞ്ഞ ഉടനെ ആദ്യ ഡ്യൂട്ടി UPയിലായിരുന്നു. അന്നവിടെ കോളിളക്ക് സൃഷ്ടിച്ച ഒരു ബലാത്സംഗ കൊലപാതകം വളരെ വേഗം തെളിയിച്ചുകൊണ്ട് കിച്ചു തൻ്റെ കഴിവ് തെളിയിച്ചു. അവിടുന്നാണ് രഹസ്യ അന്വേഷണ ഏജൻസിയിലെത്തുന്നത്. അമ്മു കണ്ണുകൾ നിറച്ച് അവനെ നോക്കിയിട്ട് വീടിനുള്ളിലേക്ക് ഓടിപ്പോയി. കിച്ചു പിടച്ചിലോടെ അവൾ പോകുന്നത് നോക്കി നിന്നു. ഞങ്ങൾക്ക് ഇതൊന്നും വിശ്വസിക്കാൻ കഴിയുന്നില്ല സർ, സുലോചന പറഞ്ഞുപോയി. ഹരി അവനെ മിഴിച്ചു നോക്കി നിൽക്കുകയായിരുന്നു. മാധുരി ചായയുമായി വന്നു. സത്യത്തിൽ അപ്പോഴാണ് സുലോചന പോലും അതോർത്തത്. അവർ നന്ദിയോടെ അവളെ നോക്കി. ഇതെൻ്റെ മകൾ ശ്രീലയ. മറ്റൊരു കാര്യം കൂടി അറിയിക്കാനാണ് ഞാൻ വന്നത്. കിച്ചു അവളെ നോക്കി. പരസ്പരം നോട്ടമിടഞ്ഞപ്പോൾ മുഖം വെട്ടിച്ചു നിന്നു. കിച്ചു അമ്മുവിനെ ഓർത്ത് തിരിഞ്ഞു നോക്കി. അവളോട് സത്യങ്ങളെല്ലാം മൂടി വെച്ചതിൽ പിണങ്ങിയിട്ടുണ്ടാവുമെന്ന് അവൻ ഉറപ്പായിരുന്നു. സർ, ഒരു മിനിറ്റ്, ഞാൻ ഇപ്പോൾ വരാം. കിച്ചു ധൃതിയിൽ അകത്തേക്ക് കയറിപ്പോയി. കിച്ചു ചെല്ലുമ്പോൾ കട്ടിലിൽ കമിഴ്ന്ന് കിടക്കുകയായിരുന്നു അമ്മു. കണ്ണുകൾ നിറഞ്ഞൊഴുകുന്നുണ്ട്. കിച്ചു കട്ടിലിരുന്നു കൊണ്ട് അവളുടെ തലയിൽ തലോടി. അമ്മു വാശിയോടെ കൈ തട്ടി മാറ്റി. കിച്ചു പിന്നെയും തഴുകി. അവൻ തഴുകുന്തോറും അവൾ കൈ തട്ടി മാറ്റിക്കൊണ്ടിരുന്നു. കിച്ചു അവളെ ബലം പ്രയോഗിച്ച് തിരിച്ചു കിടത്തി. കണ്ണും മൂക്കും കവിളുമൊക്കെ ചുവന്ന് കിടപ്പുണ്ട്. കുഞ്ഞോളെ വിളിക്കരുത് അങ്ങനെ. എന്നോടെല്ലാം ഒളിച്ചു വെക്കുന്ന കൊച്ചേണ്ണി എനിക്കിഷ്ടമല്ല, വാശിയോടെ അവൾ പറഞ്ഞു. കിച്ചു ബെഡിൽ കയറിയിരുന്ന് അവളെ അവനോട് ചേർത്തിരുത്തി. അമ്മു കുതറി മാറി. കിച്ചു ബലം പ്രയോഗിച്ച് തന്നെ അവളെ പിടിച്ചിരുത്തി അവളെ നോക്കി. നോക്കുമോളെ, മനഃപൂർവ്വം മറച്ചു വെച്ചത് തന്നെയാ. പക്ഷേ അത് ഞങ്ങളുടെ ജോലിയുടെ ഭാഗമാണ്. സ്വന്തം വീട്ടുകാർ പോലും അറിയാതെ വേണം ജോലി ചെയ്യാൻ. സമാധാനത്തിൽ ഞാനെല്ലാം പറയാനിരുന്നതാ. അപ്പോഴല്ലേ ഓരോന്ന് സംഭവിച്ചത്. ഏട്ടനോട് പിണങ്ങല്ലേ മോളെ. നീ മിണ്ടാതിരുന്ന എൻ്റെ നെഞ്ച് തകർന്നു പോകും. അമ്മു വേദനയോടെ അവൻ്റെ നെഞ്ചിൽ മുഖമമർത്തി. എണീച്ചു വന്നേ, സാറവിടെ വെയിറ്റ് ചെയ്യുക, വാ. അവളുടെ മുഖം തുടച്ച് നെറുകയിൽ ഒരു ഉമ്മയും കൊടുത്തുകൊണ്ട് കിച്ചു അവളെ വലിച്ചെഴുന്നേൽപ്പിച്ച് കയ്യിൽ പിടിച്ച് ഹാളിലേക്ക് നടന്നു. പിണങ്ങി നിൽക്കുന്ന കുറുമ്പിയെ പോലെ കിച്ചുവിൻ്റെ കയ്യിൽ തൂങ്ങി വരുന്നവളെ അദ്ദേഹം വാത്സല്യത്തോടെ നോക്കി. അവനിൽ നിന്ന് ഒരുപാട് കേൾക്കാറുണ്ടായിരുന്നു അവൻ്റെ കുഞ്ഞോളെ പറ്റി. അല്ല, സാറെന്താ നേരത്തെ പറയാൻ വന്നത്? സുലോചന അദ്ദേഹത്തെ നോക്കി ചോദിച്ചു. ഒരു പ്രൊപ്പോസലാണ്. കിച്ചുവിനെ എൻ്റെ മകൾ ശ്രീലയ്ക്ക് ഇഷ്ടമാണ്. നേരത്തെയും അവൾ അവനോട് സൂചിപ്പിച്ച കാര്യമായിരുന്നു. പക്ഷേ കിച്ചു ഒഴിഞ്ഞു മാറി. ഇപ്പോഴും എൻ്റെ മകൾ കിച്ചുവിനെ സ്നേഹിക്കുന്നുണ്ട്. കിച്ചുവിന് താല്പര്യമുണ്ടെങ്കിൽ. അദ്ദേഹം ഒന്ന് നിർത്തി കിച്ചുവിനെ നോക്കി. അമ്മു ശ്രീലയയെ നോക്കി. ലയ അവൾക്ക് മനോഹരമായൊരു പുഞ്ചിരി നൽകി. അമ്മുവിൻ്റെ മുഖം വിടർന്നു. ലയയും അവളെ നോക്കുകയായിരുന്നു. ഒരു സുന്ദരി കുട്ടി. കരഞ്ഞിട്ടാവണം മുഖമൊക്കെ ചുവന്നു വീങ്ങിയിട്ടുണ്ട്. അമ്മു കിച്ചുവിനെ നോക്കി. ലയയെ നോക്കുന്നുണ്ടെങ്കിലും അവൾ നോക്കുമ്പോൾ നോട്ടം മാറ്റിക്കളയുന്നുണ്ട്. സമ്മതം. എൻ്റെ കൊച്ചേട്ടനെ ശ്രീയേച്ചിയെ കൂടെ കൂട്ടാൻ 100 വട്ടം സമ്മതം, അമ്മു പെട്ടെന്ന് പറഞ്ഞപ്പോൾ കിച്ചു അവളെ തറപ്പിച്ചു നോക്കി. കുഞ്ഞോളെ. കിച്ചു അവളെ അമർത്തി നോക്കി. ഏട്ടനെ സന്യസിക്കാൻ വിടാൻ തീരുമാനിച്ചിട്ടില്ല. എൻ്റെ വിവാഹം തീരുമാനിച്ചു. ഹരിയേട്ടൻ്റെ വിവാഹം കഴിഞ്ഞു. ഇനിയുള്ളത് കൊച്ചേട്ടൻ്റെ ജീവിതമാണ്. അമ്മായി, അമ്മാവാ, ഞാൻ പറയുന്നത് നിങ്ങൾ ശരിയാണെന്ന് തോന്നുന്നില്ലേ? ശരിയാണ്. അമ്മു പറഞ്ഞു തന്നെയാണ് ഞങ്ങൾക്കും പറയാനുള്ളത്. വയസ്സ് 30 ആകുന്നു. ഇനി എന്നാ? എങ്കിൽ അമ്മുവിൻ്റെ വിവാഹം കഴിഞ്ഞ് ഒരു സൺഡേ എല്ലാവരും കൂടി വീട്ടിലേക്ക് വന്നോളൂ. ആദ്യമൊരു പെണ്ണ് കാണൽ, അത് കഴിഞ്ഞ് ബാക്കിയൊക്കെ തീരുമാനിക്കാം. അദ്ദേഹത്തിൻ്റെ അഭിപ്രായമായിരുന്നു മറ്റുള്ളവർക്കും. അദ്ദേഹം യാത്ര പറഞ്ഞു കാറിൽ കയറുമ്പോൾ തുറന്നു വെച്ച ഡോറിൽ പിടിച്ചുകൊണ്ട് ലയ തിരിഞ്ഞു നോക്കി. കിച്ചു മച്ചിലേക്ക് നോക്കി നിന്നു. അവളുടെ മുഖം വാടിയിരുന്നു. അമ്മു അത് വ്യക്തമായി കണ്ടു. അവൾ അവൻ്റെ കൈ വിട്ടോടി ലയയുടെ അരികിലെത്തി. അവളുടെ കയ്യിൽ പിടിച്ച് അവളെ നോക്കി. ഹാപ്പി ആയിട്ട് പോയിട്ട് ഏട്ടത്തി. അടുത്ത മാസം ഏട്ടൻ്റെ കൈയും പിടിച്ച് ഈ തറവാട്ടിലേക്ക് തിരിച്ചു വരാനുള്ളതാ, അമ്മു കുറുമ്പോടെ പറഞ്ഞപ്പോൾ ലയ അവളുടെ കവിളിലൊന്ന് തഴുകി. പോയിട്ട് വരാട്ടോ. അവൾ വന്നതിന് ശേഷം ആദ്യമായിട്ടാണ് സംസാരിക്കുന്നത്. അത്രയും പതിഞ്ഞൊരു ശബ്ദം. അമ്മുവിന് അവളെ ഒരുപാട് ഇഷ്ടമായി. അമ്മു അവൾക്ക് കൈവീശി കാണിച്ച് തിരിഞ്ഞു നോക്കിയപ്പോൾ വെട്ടിത്തിരിഞ്ഞു പോകുന്ന കിച്ചുവിനെ കണ്ടു. കാര്യങ്ങളുടെ പകപ്പിൽ നിന്ന് ഇതുവരെ അവരാരും വിട്ടുവന്നിട്ടില്ലായിരുന്നു. ഉറക്കമൊഴിഞ്ഞിരുന്ന് പഠിച്ചതും അവസാനം ഏതോ കോഴ്സ് ചെയ്യാണെന്ന് പറഞ്ഞ് ഡൽഹിയിലേക്ക് 2 വർഷം മാറി നിന്നതും ഇതിനായിരുന്നോ? നിന്റെ മനസാക്ഷി സൂക്ഷിപ്പുകാരൻ ഫൈസിക്ക് കാര്യം അറിയാലോ അല്ലേ? അമ്മുവിനോട് പോലും നീ പറഞ്ഞില്ലല്ലോ കിച്ചു, സുലോചന അവനോട് ചോദിച്ചു. പറയാൻ പറ്റാത്ത പല സാഹചര്യങ്ങളുണ്ടായിരുന്നു. അന്നേ സാറായിരുന്നു അധികം പബ്ലിസിറ്റി വരാതെ നോക്കിയിരുന്നത്. റാങ്കിങ്ങിൽ 39 ആയിരുന്നതുകൊണ്ട് വലിയ ശ്രദ്ധ വന്നില്ല. പോസ്റ്റ് ചെയ്ത ഉടനെ CI ആയിരുന്നതുകൊണ്ട് ഐഡൻറ്റിറ്റി പുറത്തറിയരുതെന്ന നിയമമുണ്ടായിരുന്നു. പക്ഷേ ഇപ്പോഴുള്ള ഈ പോസ്റ്റിങ്, അതാണ് എനിക്ക് അമ്മുവിൻ്റെ വിവാഹം കഴിഞ്ഞിട്ട് കയറിയാൽ മതിയെന്ന് സാർ പറഞ്ഞിട്ടുണ്ട്. അതാണൊരാശ്വാസം, കിച്ചു ഗൗരവത്തോടെ പറഞ്ഞു. അന്ന് അമ്മുവിനെ കിഡ്നാപ്പ് ചെയ്തു കൊണ്ടുപോയ അന്നാണ് ഞാൻ പോലും സത്യം അറിയുന്നത്.
അതും സച്ചി പറഞ്ഞിട്ട്. അല്ലെങ്കിൽ ഇവൻ എപ്പോഴും പറയുമോ? അല്ലെങ്കിൽ തന്നെ സാധാരണക്കാർക്ക് അമ്മുവിനെ അന്വേഷിച്ച് കയറി ചെല്ലാൻ പറ്റുന്ന ഇടമാണോ അവിടെ? സച്ചിയുടെ ഇവൻ്റെയും പവർ കൊണ്ടാണ് അവിടെ എത്തിയത്. പക്ഷേ അതിനേക്കാളെല്ലാം വലിയ മാൻ പവർ കൊണ്ട് എൻ്റെ അനിയൻ അവളെ രക്ഷപ്പെടുത്തിയില്ലേ? അഭിമാനത്തോടെ രാകേഷ് പറഞ്ഞപ്പോൾ അജയുടെ ചെറുവിരലിൽ കോർത്തു പിടിച്ചിരുന്നു അമ്മു. എന്തായാലും സച്ചിയേട്ടൻ ഇവിടേക്ക് വരുന്നുണ്ടല്ലോ, ഇനി പൊളിക്കും. അജയ് പറഞ്ഞപ്പോൾ മാധുരി ഓർത്തത് വസുവിനെ കുറിച്ചാണ്.